നമസ്കാരം. മുഖ്യമന്ത്രി ഇതാ മുഖാമുഖം പരിപാടിയുമായി എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത്. എന്തിനാണാവോ ഇങ്ങനെ ഒരു പ്രഹസനമെന്ന് ചിലപ്പോൾ ഇത് കേൾക്കുന്നവരെങ്കിലും ചിന്തിച്ചിരിക്കാം. ജനങ്ങളുടെ മുൻപിലെത്താത്ത, ജനങ്ങളോടൊന്ന് സംവദിക്കാൻ കഴിയാത്ത, ജനങ്ങളെ മുഖാമുഖം കാണാൻ മനസ്സില്ലാത്ത ഒരു മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെന്താണ് ഇങ്ങനെ യുവജനങ്ങളുമായി സംവദിക്കുവാനൊരു മോഹം എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ യുവജനങ്ങളുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു മുഖാമുഖം പരിപാടി പിണറായി വിജയൻ ആ മുഖാമുഖം പരിപാടി ഇന്ന് നമ്മുടെ തലസ്ഥാനത്ത് അരങ്ങേറി. കാരണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ കവടിയാറിലെ ഉദയ പാലസിലാണ് അത്തരത്തിലൊരു മുഖാമുഖം പരിപാടി നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുകയായിരുന്നു അത്. നവകേരള സദസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പദ്ധതികൾ, പരിപാടികൾ ഇതൊക്കെ കൂടി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് മുഖാമുഖം പരിപാടി തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. തലസ്ഥാനത്തെ ഒന്നാമത്തെ സെക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി യുവജനങ്ങളുമായിട്ട് സംസാരിക്കുക, സംവദിക്കുക എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അറിയില്ല. ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു പദ്ധതി ആദ്യമായിട്ട് ആവിഷ്കരിക്കുമ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. ഇതിനകത്തേക്ക് അക്കാദമിക് പ്രൊഫഷണലുകൾ, കലാ, കായിക, സാംസ്കാരിക, സിനിമ, വ്യവസായ, വാണിജ്യ മേഖലകളിലെ ആൾക്കാർ, കാർഷിക മേഖലകളിൽ നിന്നുള്ളവർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മുഖാമുഖത്തിൽ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയാം. 2000-ഓളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി, ജില്ലയിലെ മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ, മാത്രമല്ല യുവജന മേഖലയിൽ നിന്നുള്ള വിദഗ്ധരുണ്ടല്ലോ, ആ വിദഗ്ധരടക്കം പങ്കാളികളാവുകയാണിതിൽ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായി ആരംഭിച്ച പരിപാടി വിവിധ ജില്ലകളിലായി മാർച്ച് 3 വരെ തുടരുവാനാണ് ഇപ്പോൾ ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി എന്ന് പറയപ്പെടുന്നത്. നടക്കട്ടെ. യുവജനങ്ങളെ കാണുവാനുള്ള ഒരു മനസ്സെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടായല്ലോ. നവകേരള സദസ്സ് നടത്തി കോടിക്കണക്കിന് രൂപ പൊടിച്ചു കളഞ്ഞ മുഖ്യമന്ത്രിക്ക് വളരെ പെട്ടെന്ന് യുവജനങ്ങളെ കാണുവാനും ആ യുവജനങ്ങളോട് സംവദിക്കുവാനും എന്താണ് ഇത്ര ആഗ്രഹമെന്ന് ചോദിച്ചാൽ അറിയില്ല. യുവജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകാൻ പോകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു മുഖാമുഖം എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ഇനി ആർക്കെങ്കിലും മുഖാമുഖം ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയുമോ എന്നും അറിയില്ല. കാരണം എഴുതി കൊടുക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കപ്പെടുന്നവരോ മാത്രമായിരിക്കും ചിലപ്പോൾ ചോദ്യം ചോദിക്കേണ്ടി വരിക എന്നുള്ളതാണ്. എന്ത് സംസാരിക്കാൻ, എന്തു പറയാൻ? ഈ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോടൊന്നും മിണ്ടാൻ തന്നെ ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ, ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ തന്നെ കഴിയാത്ത ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എന്താണ് യുവജനങ്ങളോട് ഇങ്ങനെ ഒരു പ്രത്യേക വാത്സല്യം തോന്നാൻ കാരണം? മകൾ അങ്ങ് ചെന്നൈയിലാണല്ലോ. കാരണം അവിടെ ഈ SFIOയുമായി ബന്ധപ്പെട്ടിട്ട് മകൾ എന്നാണ് അകത്താകുക എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല. ആ മുഖ്യമന്ത്രി ഇപ്പോൾ തീർത്തും വിഷണ്ണനാണ്. കാരണം മകൾ ജയിലിലേക്ക് പോകുന്നത് കാത്തിരിക്കുകയാണ് എന്നാണ് എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. പക്ഷേ അത്തരത്തിൽ ഒരു പുത്രി വാത്സല്യത്തോടു കൂടി നിൽക്കുന്ന പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലും ഒപ്പം മന്ത്രിസഭയിലുമൊക്കെ ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രി ആയിപ്പോകുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ച സാഹചര്യത്തിലാണ് യുവജനങ്ങളുമായി കണ്ടൊരു സംവാദ പരിപാടിയുമായി മുന്നോട്ട് പോകാമെന്നൊരു ധാരണയിലേക്ക് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള വിടുതാങ്ങികൾ ഇത് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി യുവജനങ്ങളെ കാണുന്നു, യുവജനങ്ങളുമായി സംവാദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ DYFIയും SFIയും അടക്കമുള്ളവരുടെ പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നു. കാരണം പാർട്ടിയും പോളിറ്റ് ബ്യൂറോയും മുഖ്യമന്ത്രിക്കെതിരെ വളരെ ശക്തമായ തീരുമാനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ആ കസേരയിൽ തുടരാൻ കഴിയില്ല എന്ന് പിണറായി വിജയൻ വളരെ കൃത്യമായും അറിയാം. കാരണം അഴിമതി എന്ന് പറയപ്പെടുന്നത് തുടച്ചു നീക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന പോളിറ്റ് ബ്യൂറോയിലെ വാചാലന്മാരായ സഖാക്കന്മാരുണ്ടല്ലോ, അവർക്കെങ്കിലും അറിഞ്ഞിരിക്കണം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും കാട്ടിക്കൂത്തുന്ന ഈ പേക്കൂത്തുകൾ, അതിലൂടെ നഷ്ടപ്പെടുന്ന കോടികൾ, സമ്പാദിച്ചു കൂട്ടുന്ന അഴിമതി പണങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന പാർട്ടിക്ക് അവസാനം ഇടപെടേണ്ടി വരും എന്നുള്ള കാര്യം വലിയ സൂചനകൾ നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പോളിറ്റ് ബ്യൂറോയും പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന നേതാക്കളും ഇടപെടുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കസേര തന്നെ നഷ്ടമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ലാതാകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് യുവജനങ്ങളുമായി സംവദിച്ചു കളയാമെന്ന് പറഞ്ഞ് അദ്ദേഹം യുവജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ പറഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ മുഖാമുഖം പരിപാടിയുമായി എത്തുകയാണ്. ഫേസ് ടു ഫേസ് എത്തുന്നു മുഖ്യമന്ത്രിയും യുവജനങ്ങളും. എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് കണ്ടറിയാം. സ്വന്തം കസേര ഉറപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇത് എന്ന് സ്വയമെങ്കിലും അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. മറ്റൊന്ന്,
പാർട്ടിയും പാർട്ടിക്കാരും അണികളും മന്ത്രിസഭയും അടക്കം മുഖ്യമന്ത്രിയെ തള്ളിക്കളയുമെന്നുള്ള കാര്യവും അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യുവജനങ്ങളുമായി സംവദിച്ച് അണികളുമായി സംവദിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ യുവജന സംവാദം നടക്കുന്നത്, ഫേസ് ടു ഫേസ് നടക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം.